അങ്ങനെ വീണ്ടും ഒരു മഹാരാഷ്ട്ര യാത്ര കേട്ടോ. അപ്പോൾ കഴിഞ്ഞ മൺസൂണിൽ നമ്മൾ മഹാരാഷ്ട്ര പോയ സമയത്ത് കലാവന്തിൻ ദുർഗ് ഫോർട്ടും ഹരിഹർ ഫോർട്ടും നാരായമാച്ചി വാട്ടർഫാളും അതുപോലെ തന്നെ ബ്രഹ്മഗിരി മലയൊക്കെയാണ് കയറിയത്. എന്നാൽ ആ ഒരു സമയത്ത് ക്ലോസ്ഡ് ആയിരുന്ന ചില ഫോർട്ടുകൾ, അതായത് കുറച്ചുകൂടെ അഡ്വഞ്ചറസ് ആയ ഫോർട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഇത്തവണത്തെ നമ്മുടെ യാത്ര. അപ്പം അതിലാദ്യം താനെ ഡിസ്ട്രിക്റ്റിലുള്ള മുർബാദ് റീജിയനിൽ ഡെഹ്റി വില്ലേജിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു ഗൊറാഘട്ട് ഫോർട്ടിലേക്കാണ് നമ്മൾ പോണത്. അപ്പോൾ എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. നിസാമുദ്ദീൻ ദുരന്തോ എക്സ്പ്രസ്സിലാട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ടും വളരെ കുറച്ച് സ്റ്റോപ്പുകളും കുറച്ച് സമയവും മതി മഹാരാഷ്ട്രയിലേക്ക് എത്താൻ. അപ്പം നമ്മൾ മഹാരാഷ്ട്രയിൽ പൻവേലിലേക്കാണ് ചെന്നിറങ്ങുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ നേരെ താനെ വഴി ലോക്കൽ ട്രെയിൻ എടുത്ത് കല്യാൺ ജംഗ്ഷനിൽ എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഫസ്റ്റ് ഡേ നൈറ്റ് കല്യാണിൽ സ്റ്റേ ചെയ്തു. തൊട്ടടുത്ത ദിവസം രാവിലെ നേരെ 2 വീലർ റെൻറ്റിന് എടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ ഒരു തവണ നമ്മൾ 2 വീലർ എന്തിനാണ് റെൻറ്റിന് എടുത്തതെന്ന് വെച്ചാൽ കുറച്ച് സമയത്തിനുള്ളിൽ കൂടുതൽ സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും അതുപോലെ തന്നെ ചില ട്രെക്കിംഗ് പോയിന്റുകളിലൊക്കെ രാവിലെ നേരത്തെ എത്തേണ്ടതുണ്ട്. അപ്പം ഇതിനൊക്കെ വേണ്ടിയിട്ട് കൂടിയാണ് നമ്മൾ 2 വീലർ റെൻറ്റിന് എടുത്തേക്കുന്നത്. അപ്പോൾ ഡെഹ്റി വില്ലേജിൻ്റെ അടുത്തുള്ള ഈ ഒരു എൻട്രൻസ് വഴിയാട്ടോ നമ്മുടെ ട്രെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു സ്റ്റെപ്പ് കയറി ചെല്ലുന്നത് ഒരു ശിവ ടെമ്പിളിലേക്കാണ്. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ വലതും ഇടതു സൈഡിലായിട്ട് 2 സ്റ്റെപ്പുകൾ കാണാം. അപ്പോൾ അതിലെ വലത്തെ സൈഡിലൂടെ സ്റ്റെപ്പിൽ കയറുവാണെങ്കിൽ നമ്മുടെ ആ ഒരു ഫോറസ്റ്റ് ട്രെയിലിലേക്കാട്ടോ ചെല്ലുന്നത്. നമ്മുടെ ഈ ഒരു ട്രെക്കിങ്ങിനെ 3 ആയിട്ട് വേണേൽ ഡിവൈഡ് ചെയ്യാം. അതിലെ ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു പോകുന്ന ഈ ഒരു ഫോറസ്റ്റ് റീജിയൻ കേട്ടോ. അപ്പോൾ ഇതിലൂടെ നടന്ന് നമ്മൾ സമാധി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ചെല്ലും. അപ്പം അതാണ് ഒരു ഫസ്റ്റ് പാർട്ട്. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു ചെറിയ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ആ ഒരു ടെമ്പിളിൻ്റെ അവിടുന്ന് നമ്മൾ റോക്ക് കേവ് എന്ന് പറഞ്ഞൊരു സ്ഥലം വരെ ചെല്ലും. അതാണ് സെക്കൻഡ് പാർട്ട്. ആ ഒരു സെക്കൻഡ് പാർട്ടിലാണ് കുറച്ച് സ്റ്റീപ്പായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ വരുന്നത്. ഒരു 60-70 ഡിഗ്രി സ്റ്റെപ്പുകളൊക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഫൈനൽ പാർട്ട് വരുന്നത്. അതായത് വളരെ ട്രിക്കി ആയിട്ടുള്ളൊരു പോർഷനാണ് കേട്ടോ. ഏകദേശം 85-90 ഡിഗ്രിയിലുള്ള സ്റ്റെപ്പുകളൊക്കെ അവിടെയാണ് വരുന്നത്. അതായത് കൂടുതൽ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ തേർഡ് പാർട്ടാട്ടോ. അങ്ങനെ ആ ഒരു ഫോറസ്റ്റ് റീജിയൻ ഓൾമോസ്റ്റ് തീരുന്ന ഈ ഒരു പോയിൻ്റാണ് സമാധി പോയിൻ്റ്. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഈ ഒരു വലിയ മലനിരകളുണ്ട് കേട്ടോ. അപ്പം അതാണ് അഹൂബെ ഘട്ട് എന്ന് പറയുന്നത്. അപ്പം വെയിലുള്ള ഒരു സമയത്താണ് നമ്മളവിടെ ചെന്നെങ്കിലും ഈ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞാൽ അത് എന്താ പറയുക, വർണ്ണിക്കാൻ പറ്റാത്ത അത്ര മനോഹരമാട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം അവിടെ സ്പെൻഡ് ചെയ്യുന്നില്ല. അവിടെ നിന്ന് വീണ്ടും കുറച്ചുകൂടെ പോർഷൻ ഉണ്ട് നമുക്കൊരു ഫോറസ്റ്റ് ഏരിയ. അതിൽ നടന്നു പോകുമ്പോഴാണ് നമുക്കൊരു വാട്ടർ ക്രോസിംഗ് ഒക്കെ വരുന്നുണ്ടോ. അപ്പം നിലവിലിവിടെ വാട്ടർ ക്രോസിംഗ് ഒന്നുമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു മൺസൂൺ സമയമൊക്കെ കഴിഞ്ഞുകൊണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ നമുക്ക് വെള്ളമൊക്കെ അവിടെ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അവിടെ ചെറിയ ബോർഡുകളും അതുപോലെ തന്നെ മരത്തിൽ റിബണൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ആ ഒരു ചെറിയ ടെമ്പിൾ. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലൊരു മരം കാണാം കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം വിശ്രമിക്കാനൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ചെറിയ ഹോൾസൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു മരത്തിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത്. അപ്പം ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റീപ്പ് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഇവിടെ ചെറിയൊരു ഓപ്പൺ സ്പേസ് ഉണ്ട്. അപ്പം നമ്മൾ നേരത്തെ കണ്ട ആ ഒരു അഹൂബെ ഘട്ടിൻ്റെ വ്യൂവും അതുപോലെ തന്നെ അപ്പുറത്തുള്ള ടിൻ മൗണ്ടനൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു റോക്കി പോർഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 60-70 ഡിഗ്രീസൊക്കെയാണ് ഇവിടുത്തെ സ്റ്റെപ്പുകൾ വരുന്നത്. അപ്പോൾ അത്ര ഡേഞ്ചറസ് അല്ല. എന്നാലും മൺസൂൺ സമയത്തൊക്കെ ആണെങ്കിൽ ഈ സ്റ്റെപ്പിലൊക്കെ നിറച്ച് പായലും അതുപോലെ മേളിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ഉണ്ടാവും. അപ്പോൾ കുറച്ച് ഡേഞ്ചറസ് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് കുഴപ്പമില്ലാണ്ട് കയറിപ്പോകാം കേട്ടോ. ഇപ്പം ഹൈറ്റ് പേടിയുള്ള ഒരാളാണെങ്കിൽ താഴത്തേക്ക് നോക്കാണ്ട് നേരെ കൈ പിടിച്ച് കയറിപ്പോയാൽ മതി. ചില സ്ഥലങ്ങളിൽ സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഒരു ദൂരം ഒരു ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്തൊക്കെ നമ്മളൊന്ന് പിടിച്ച് വലിച്ച് കയറേണ്ട ഒരവസ്ഥയുണ്ട്. നമ്മളിപ്പോൾ കയറി വന്ന ആ ഒരു പോർഷൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ കൊക്കയാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് ഒന്ന് കെയർഫുള്ളായിട്ട് നടക്കുക എന്നുള്ളതേ ഉള്ളൂ.
നമ്മൾ ഈ കയറി ചെല്ലുന്നതാണ് റോക്ക് കേവ്. അപ്പോൾ അതിൻ്റെ എൻട്രൻസിലായിട്ട് ഛത്രപതി ശിവാജി മഹാരാജാവിൻ്റെ ഒക്കെ സമയത്ത് സ്ഥാപിച്ച ഒരു ഡോറ് കാണാം കേട്ടോ. അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ടും അതൊന്നും ഒരു കുഴപ്പവും കൂടാതെ നിൽപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ ആ ഒരു അഹോബെ ഘട്ടിൻ്റെ ഒക്കെ ഒരു 270 ഡിഗ്രി വ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ആ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഫൈനൽ ക്ലൈമിന് തൊട്ട് മുന്നേ ഉള്ള ഒരു ചെറിയ ഓപ്പൺ സ്പേസ് അല്ലെങ്കിൽ ഒരു വ്യൂ പോയിൻ്റാണിത്. അപ്പോൾ പറഞ്ഞ പോലെ ഇതാണ് ആ ഒരു സെക്കൻഡ് പാർട്ടിൻ്റെ ഫൈനൽ സ്ട്രെച്ച്. ഇത് കുറച്ച് ട്രിക്കിയാണെന്ന് വേണേൽ പറയാം. കാരണം ചില സ്ഥലത്ത് ഈ ഒരു സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കൂടുതലാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സ്ഥലത്ത് നമ്മൾ 2 കൈയും പിടിച്ച് വലിഞ്ഞു വേണം കയറാൻ. അപ്പം നമ്മൾ ഈ നടന്ന് കയറിപ്പോകുന്ന വഴിക്ക് വലത് സൈഡിൽ കാണുന്നതാണ് മച്ചിന്ദ്ര ഘട്ട്. അപ്പം ഏകദേശം ഇതിൻ്റെ ഒരു ഷേപ്പ് ഉള്ളത് കൊണ്ട് തന്നെ അതിനെ ഗൊരാഘട്ടിൻ്റെ ഒരു ടിൻ ഘട്ട് എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പം പണ്ട് ഗൊരാനാഥ് എന്നുള്ളൊരു സ്വാമി ഇവിടെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പേരിൽ നിന്നാട്ടോ ഇതിന് ഗൊരാഘട്ട് എന്നൊരു പേര് വന്നത്. അപ്പോൾ നമ്മുടെ ട്രെക്കിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് തീരുന്നത് ഇവിടെ കേട്ടോ. അപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ കേവ് വരുന്നതും ഇവിടെ തന്നെയാണ്. പക്ഷേ നമ്മൾ മേളിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു കേവിൽ അധികം ടൈം സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം വൈകുന്തോറും വെയിലിൻ്റെ കാഠിന്യം കൂടി വരുമല്ലേ. അപ്പോൾ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ വിശ്രമിക്കാനും അതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു സൗകര്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോകുമ്പം ഇനിയിപ്പം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് വാട്ടർ സ്റ്റോറേജുകൾ കാണാം. അതുപോലെ തന്നെ റൈറ്റ് സൈഡിൽ കൊക്കയാണ്. അപ്പം ഇവിടെ നിന്നാണ് നമ്മുടെ ആ ഒരു തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് നേരത്തെ പറഞ്ഞ ആ ഒരു 80-90 ഡിഗ്രീസിലുള്ള സ്റ്റെപ്പുകളൊക്കെ വരുന്ന ഒരു സ്ഥലം ഇവിടെ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഏണി അവിടെ വെച്ചിട്ടുണ്ട്. അതിലൂടെയാണ് നമ്മൾ ഈ ഒരു തേർഡ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഈ ഒരു ഫൈനൽ പാർട്ട് കയറാണ്ട് പോകുന്നവരെ നമ്മൾ കണ്ടു കേട്ടോ. മേ ബി കുറച്ചുകൂടെ ഡേഞ്ചറസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ അവർക്ക് ഹൈറ്റ് പേടിയുള്ളതുകൊണ്ടൊക്കെ ആവാം. അപ്പം എന്താണെങ്കിലും നമ്മൾ മേളിലെ ആ ഒരു അമ്പലം വരെ പോയിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഹരിഹർ ഫോർട്ടിലൊക്കെ കാണുന്ന പോലെ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും ചെറിയ ഹോൾസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഒരു ഹോൾസൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് സേഫായിട്ട് കയറാൻ. ഈ ഒരു ട്രെക്കിങ്ങിൽ പലയിടത്തും സ്റ്റെപ്പുകൾ നശിപ്പിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാം കേട്ടോ. അതായത് പണ്ടത്തെ ബ്രിട്ടീഷുകാരുമായിട്ടുള്ളൊരു യുദ്ധത്തിൻ്റെ സമയത്ത് അവർ നശിപ്പിച്ചതാണ് ഇതൊക്കെ. അതെന്താണെന്ന് വെച്ചാൽ പണ്ടത്തെ ട്രേഡ് റൂട്ടുകളൊക്കെ നിരീക്ഷിക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ഫോർട്ടുകളൊക്കെ ഉപയോഗിച്ചത്. അങ്ങനെ നമ്മൾ ഗൊറാഘട്ട് ഫോർട്ടിൻ്റെ ആ ഒരു ടോപ്പ് പോയിന്റിലെത്തി. ഇവിടെയാണ് ആ ഒരു ശിവ ടെമ്പിൾ ഉള്ളത്.
ഈ ഒരു ടോപ്പ് പോയിന്റിൽ നിന്ന് നമുക്ക് 360 വ്യൂ ആട്ടോ. ഇതിൻ്റെ നോർത്ത് സൈഡിലായിട്ടാണ് നമ്മുടെ മച്ചിന്ദ്ര ഘട്ടൊക്കെ വരുന്നത്. അവിടെ നിന്ന് വലത്തേക്ക് മാറുമ്പോഴത്തേനും അഹോബെ ഘട്ടും, പിന്നെ ദൂരേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ആ നാനഘട്ട് റീജിയനിലുള്ള ജിബിദാൻ ഫോർട്ടൊക്കെ കാണാം കേട്ടോ. അപ്പം എന്താ പറയുന്ന, വെയിലൊക്കെ ആണെങ്കിലും ആ ഒരു ചെറിയ കാറ്റും ഈ കാഴ്ചകളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് വെയിൽ അത്ര പ്രശ്നമായിട്ട് തോന്നിയില്ല. അപ്പം നമ്മളിവിടുന്ന് തിരിച്ചിറങ്ങുവാണ്. നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ കയറുന്നേക്കാളും കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ. അതായത് വളരെ ഡേഞ്ചറസ് ആണ്. നമ്മൾ അത്ര കെയർഫുള്ളായിട്ട് വേണം തിരിച്ചിറങ്ങാനായിട്ട്.